പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിലെ വളരെ പ്രാധാന്യമുള്ള അഹല്യാസ്തുതി എന്ന മനോഹരമായ ഭാഗം. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന പാംസുലേശമെന്നെനിക്കല്ലോ. സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപതേ, മർത്യഭാവേന വിമോഹിച്ചിടുന്നിദേവം. ആനന്ദമയനായോർ അതിമായികൻ പൂർണ്ണൻ, ന്യൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ. തുൽപാദാംബുജ പാംസു പവിത്ര ഭാഗീരഥി, സർപ്പഭൂഷണ വിരിഞ്ചാദികൾ എല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശം ഇപ്പോൾ. അധ്യാത്മരാമായണത്തിലെ വളരെ വൈകാരികത്വം നിറഞ്ഞ ഭാഗമാണ് അഹല്യാമോക്ഷം. ഗൗതമന്റെ പത്നിയാണ് അഹല്യാദേവി. ഗൗതമ മഹർഷി തപോധനനാണ്. ഗൗതമൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ജ്ഞാനസമ്പന്നൻ എന്നാണ്. ഗോ എന്ന പദത്തിന്റെ അർത്ഥം അറിവ്, പശു, ഭൂമി, സൂര്യരശ്മി എന്നൊക്കെയാണ്. ഗൗതമൻ എന്ന് പറഞ്ഞാൽ അറിവിൽ ആനന്ദിക്കുന്നവൻ, അറിവിന്റെ ഇരിപ്പിടമായിട്ടുള്ളവൻ എന്നൊക്കെയാണ്. ജ്ഞാനസമ്പന്നൻ എന്നൊക്കെയാണ്. ആ ഗൗതമ മഹർഷിയുടെ പത്നിയാണ് അഹല്യ. ആ അഹല്യയുമായി വളരെയധികം ചങ്ങാത്തം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ച ആളാണ് ദേവേന്ദ്രൻ. ദേവേന്ദ്രനെ കുറിച്ച് പുരാണങ്ങളൊക്കെ പറയുന്നത് ദേവേന്ദ്രൻ അധികാരത്തിനോട് വളരെയധികം ആഭിമുഖ്യമുള്ള ആളാണ്. മറ്റൊന്ന്, സ്ത്രീജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അദമ്യമായ താല്പര്യമാണ്. സ്വാഭാവികമായും അഹല്യയുടെ സൗന്ദര്യത്തിൽ ദേവേന്ദ്രൻ ആകൃഷ്ടനാവുകയും അഹല്യയുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് രാമായണത്തിൻ്റെ ഭാഷാന്തരങ്ങളിലേക്ക്, ഭാവാന്തരങ്ങളിലേക്ക്, അർത്ഥാന്തരങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാമായണത്തിലെ തന്നെ വിശദീകരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ ബാലി സുഗ്രീവന്മാരെ ഒരു കാലഘട്ടത്തിൽ വളർത്തിയിരുന്നത് ദേവേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം അഹല്യയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അഹല്യയുമായി ചങ്ങാത്തം സ്ഥാപിക്കുവാൻ ദേവേന്ദ്രന് സാധിച്ചു. അഹല്യയുടെ സൗന്ദര്യം ദേവേന്ദ്രനെ വല്ലാതെ മത്തുപിടിപ്പിച്ചു. ഈ അഹല്യയുടെ സൗന്ദര്യത്തെ നുകരുവാൻ ദേവേന്ദ്രന്റെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊണ്ടു. അങ്ങനെ ഒരു ദിവസം പുലർകാലം എത്തുന്നതിനു മുമ്പ് തന്നെ ദേവേന്ദ്രൻ പുലർകാലമായി എന്ന് ഒരു പൂവൻ കോഴിയുടെ ശബ്ദത്താൽ കൂകി ഗൗതമ മഹർഷിയെ അറിയിക്കുകയും ഗൗതമ മഹർഷി ഇത് കേട്ട് സ്നാന ആചമനാദികൾക്കായി പോവുകയും ചെയ്യുന്നു. നദീതടത്തിലേക്ക് എത്തുന്ന ഗൗതമ മുനിക്ക് മനസ്സിലായി
നേരം പുലർന്നില്ല എന്ന്. ഈ അവസരത്തിലാണ് ദേവേന്ദ്രൻ ഗൗതമന്റെ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് അഹല്യയുടെ അരികിലേക്ക് ചെല്ലുന്നത്. അഹല്യയുടെ മനസ്സ് കുറച്ചുനേരം വിഭ്രമിച്ചു പോയെങ്കിലും ഒരു പുരുഷ സ്പർശത്തിന് വേണ്ടി വല്ലാതെ കൊതിച്ചു പോയിരുന്ന അഹല്യ ആ സമയത്ത് എന്തുകൊണ്ടോ ഗൗതമ രൂപം പ്രാപിച്ചു വന്ന ദേവേന്ദ്രനോട് അദ്ദേഹത്തിന് ഹിതകരമായ വിധത്തിൽ പെരുമാറുകയുണ്ടായി. നേരം പുലർന്നില്ല എന്ന് കണ്ട് തിരികെ വന്ന ഗൗതമ മുനി തന്റെ ഭാര്യയോടൊപ്പം സഹശയനം ചെയ്യുന്ന ദേവേന്ദ്രനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും അദ്ദേഹം ക്രുദ്ധനാവുകയും ദേവേന്ദ്രനെ സഹസ്രഭഗനായി മാറട്ടെ എന്ന് ശപിക്കുകയും ഒപ്പം അഹല്യയെ ശീത വാതപ വർഷാദികൾ ഏറ്റ് ഒരു ശിലയായി നീ കഴിയട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നു. ശാപമോക്ഷത്തിനായി ഇരുന്ന അഹല്യയോട് ഗൗതമ മുനി പറയുകയാണ്, ശ്രീരാമചന്ദ്രന്റെ പാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യയ്ക്ക് മോക്ഷം ലഭിക്കുമെന്നാണ്. നിന്റെ തെറ്റുകൾ ഈശ്വരൻ പൊറുക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിന്റെ തെറ്റുകൾ ഞാൻ പൊറുത്തോളാം എന്ന് പ്രതിപാദിച്ച് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നു. അഹല്യ ആ ആശ്രമത്തിൽ മൂകയായി കഴിഞ്ഞുകൂടുകയാണ്. അഹല്യയുടെ മകനായ ശതാനന്ദൻ ജനക രാജർഷിയുടെ പുരോഹിത ശ്രേഷ്ഠന്മാരിൽ അഗ്രേസരനായി മാറുകയും ചെയ്യുന്നു. കാലഘട്ടം മുന്നോട്ടു പോകുന്നു. ശ്രീരാമചന്ദ്രൻ വിശ്വാമിത്രനോടൊപ്പം താടകാവനത്തെ പ്രവേശിച്ച് താടകയെ വധിച്ച് മരീച സുബാഹുമാരെ ഒരാളെ വധിച്ചും അടുത്ത ആളിനെ അവിടെ നിന്ന് പായിച്ചും മറ്റ് ദുഷ്ടന്മാരെ നിഹനിച്ചും മുനിമാർക്ക് സൗഖ്യം പകർന്നു കൊടുത്തുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ വളരെ മൂകമായി കിടക്കുന്ന ആ വനസ്ഥലം കണ്ട്, ആശ്രമസ്ഥലം കണ്ട് വിശ്വാമിത്രനോട് ചോദിക്കുമ്പോൾ വിശ്വാമിത്രനാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. തുടർന്ന് ശ്രീരാമചന്ദ്രൻ ആ വനത്തിലേക്ക് പ്രവേശിക്കുകയും രാമനാമം ചൊല്ലിക്കഴിഞ്ഞിരുന്ന ഒരു ശിലയെന്ന വിധത്തിൽ കഴിഞ്ഞിരുന്ന അഹല്യയ്ക്ക് മോക്ഷം നൽകുകയും ചെയ്യുന്നു. ഇവിടെ അഹല്യ എന്ന് സൂചിപ്പിക്കുമ്പോൾ നമ്മളിൽ പലരും അതിൻ്റെ വ്യാഖ്യാനം ശ്രദ്ധിച്ചിട്ടുള്ളത് രൂപത്തിൽ കല്ലായ അഹല്യയാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അതിനുമപ്പുറം എല്ലാവിധത്തിലുള്ള വികാര വിചാരങ്ങളെയും ഉള്ളിലൊതുക്കി ഏകാഗ്നിയായി കഴിയേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ശിലയുടെ അവസ്ഥ പോലെയാണ്. എല്ലാ തന്മാത്രകളെയും ഉള്ളിൽ ഒതുക്കുകയാണല്ലോ ശില, അതായത് കല്ല്. ഒരു ശിലയെന്ന പോലെ കഴിയേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥ മരണത്തെക്കാളും ദയനീയമാണ്, മരണത്തെക്കാളും ഏറ്റവും സങ്കടം സമ്മാനിക്കുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്നുള്ള മോചനമാണ് അഹല്യാമോക്ഷം. ഇവിടെ ഹലം എന്നാൽ കലപ്പയെന്നും ഹല്യ എന്നാൽ കലപ്പയാൽ ഉഴുതുമറിക്കപ്പെടുന്ന മണ്ണെന്നും അഹല്യ എന്നാൽ ഒരു കർഷകന്റെ സാന്നിധ്യം എന്തെന്നറിയാത്ത ഊഷരഭൂമി, അതുപോലെ അതായത് മരുഭൂമി എന്ന പോലെ വിളനിലമല്ലാത്ത ഭൂമി എന്നാണ് സൂചിപ്പിക്കുന്നത്. മരുഭൂമി എന്ന പോലെ കിടക്കുന്ന ഭൂമിയിലേക്ക്, കാടുപിടിച്ചു കിടക്കുന്ന ഒരു മണ്ണിലേക്ക് ഒരു കർഷകന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, ദൈവികതയുടെ കരസ്പർശം ഉണ്ടാകുമ്പോൾ ആ മണ്ണ്
ഊഷരതയിൽ നിന്ന് ഉർവരതയിലേക്ക് മടങ്ങിയെത്തും എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതാണ് ഇവിടെ അഹല്യാമോക്ഷം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെയധികം പ്രാധാന്യമുള്ള ഭാഗമാണ് അഹല്യ. ഭഗവാനിൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങിയ അഹല്യ ഭഗവാനെ സ്തുതിക്കുന്നു, തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുന്നു. ഏറ്റവും ശ്രേഷ്ഠമായി ഭാഗം കേൾക്കുന്ന ഏവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.